ഹലോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, എടാ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന്. അതിൽ ഞാൻ യൂസ് ചെയ്തത് ക്രീപ്പ് പേപ്പറാണ്, പക്ഷേ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. ഒരു 4 to 5 ടിഷ്യൂ പേപ്പർ എടുക്കുക, എന്നിട്ട് അതിനെ 4ആക്കി മടക്കുക. എന്നിട്ട് അതിൽ കാണുന്ന പോലെ ഒരു ഷേപ്പിൽ പെറ്റലിൻ്റെ ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുക. പെറ്റലിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ ഇതിൽ വളരെ സിമ്പിളാണ് കേട്ടോ. സോ ടിഷ്യൂ പേപ്പറിൻ്റെ 2 സൈഡിലും ഞാൻ പെറ്റൽസ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മേലുള്ള എൻഡിലും താഴത്തുള്ള എൻഡിലും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ എടുത്തിട്ടും ആ ഒരു ഹോൾ ബഞ്ച് എടുത്തിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മേൽഭാഗം ട്വിസ്റ്റ് ചെയ്ത് മേൽഭാഗം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നതിനെ ചുരുട്ടുക. ആ ഒരു ടൂത്ത് പിക്കിൽ തന്നെ വെച്ചിട്ട് ചുരുട്ടുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ പെറ്റൽസായിട്ട് ലൈനായിട്ട് കാണുന്ന പോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിലുള്ള നിറയെ പെറ്റൽസ് ഉണ്ടാവുമല്ലോ, ആ പെറ്റൽസ് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഗമ്മ തേക്കുക. അതിൻ്റെ ആ ഒരു ടിപ്പ് പോയിൻ്റ് ഉണ്ടാവുമല്ലോ, അവിടെ ഗമ്മ തേച്ചിട്ട് നമ്മൾ ഈ ലൈനായി സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പെറ്റൽസ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ല, അതിൽ ഗമ്മാക്കുക. അതിൻ്റെ എൻഡ് പോയിൻറ്റ്സിലൊക്കെ ഗമ്മാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഷേപ്പ് കിട്ടും. എത്ര ഈസി ആയിട്ടാണ് നമുക്കൊരു റോസാപ്പൂ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കിക്കേ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ബാലൻസ് ഉള്ള കുറച്ച് പെറ്റൽസ് ഉണ്ടല്ലോ, ആ പെറ്റൽസ് ഓരോന്നോരോന്നായിട്ട് കാണുന്ന പോലെ ഇതിനകത്തേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് അതിൻ്റെ ആ ലാസ്റ്റത്തെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, ആ ലെയർ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. സോ ഓരോരോ പെറ്റൽസായിട്ട് ലാസ്റ്റ് കാണുന്ന പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫൈനൽ പെറ്റലും കൂടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു റോസ് ഫ്ലവർ ഫുള്ളായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന പോലുള്ള ഒരു ഫീൽ കിട്ടുന്നില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രഷ് പെൻ എടുക്കുക. അതിനുശേഷം ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ ടോപ്പിലുള്ള ആ ഒരു പെറ്റൽസിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അവിടെ ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ടോപ്പിൽ മാത്രം വരുന്ന പോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് കാണാൻ. സോ അത് ഓരോന്നോരോന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് ക്രീപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ടായിരുന്നു. അതിലും ഈസി ആയിട്ടുള്ളൊരു വേ നോക്കിയപ്പോൾ ടിഷ്യൂ പേപ്പറാണ് എനിക്ക് കിട്ടിയത്. സോ ഫൈനൽ ലുക്ക് ഇഷ്ടമായി കഴിഞ്ഞ് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും സിമ്പിളായിട്ടുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.